നമ്മളിപ്പോൾ ഉള്ളത് ബേക്ക് എക്സ്പോ 2025 കൊച്ചി അഡ്ലക്സിൽ നടക്കുന്ന പ്രോഗ്രാമിലാണ്. നമ്മുടെ സ്റ്റാളുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരു സുഹൃത്തും നാട്ടുകാരനാണ് മിസ്റ്റർ ഷിയാബ്. അവരുടെ ഒരു സ്റ്റാളാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അവരുടെ കമ്പനി കൈരളി മാനുഫാക്ചർ മഫിൻ കപ്പാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത്. ബാക്കി ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് ഷിയാബ് തന്നെ നമ്മളോട് പറയും. ഷിയാബ്, നിങ്ങൾ എന്തൊക്കെയാണ് ഐറ്റങ്ങൾ ചെയ്യുന്നത്? നമ്മൾ മഫിൻ കപ്പുകളാണ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ മഫിൻ കപ്പാണ് ചെയ്യുന്നത്. ഇതാണ് ഡൈക്കട്ട് കപ്പ്. ഇത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ്. ഇത് അതിന്റെ ബിഗ് സൈസ്, ഇത് സ്മോൾ സൈസ്, പിന്നെ കേക്ക് ലൈനേഴ്സ്, പിന്നെ സ്ക്വയർ കപ്പ്. നമ്മുടെ കയ്യിൽ മാത്രമുള്ള സ്ക്വയർ കപ്പാണ്. നിങ്ങൾ മാത്രം നമ്മൾ മാത്രം ചെയ്യുന്ന ഐറ്റംസ് ആണ്. പിന്നെ കേക്ക് ലൈനേഴ്സ് ഉണ്ട്. കേക്ക് ലൈനേഴ്സിൽ ഓയിൽ പ്രൂഫ് ആയിട്ടുള്ള കേക്ക് ലൈനേഴ്സ്. അതായത് കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ പുറത്തേക്ക് വരില്ല. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓയിൽ പുറത്തേക്ക് വരാതെ നിൽക്കുമ്പോൾ അത് ആ വൈറ്റ് കളറിൽ യൂണിഫോം ആയിട്ട് നിൽക്കും. പിന്നെ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഏറ്റവും വില കുറവിൽ കൊടുക്കുന്നത് നമ്മളാണ്. പിന്നെ ക്വാളിറ്റി നമ്മൾ നല്ലോണം കീപ്പ് ചെയ്യുന്നു. കാരണം എന്താ പറയുക, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അല്ല, നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് നമ്മളിപ്പോ പിന്നെ കേരളത്തിൽ മാനുഫാക്ചർ ചെയ്ത് പുറത്ത് എല്ലാ കേരളത്തിൽ മാനുഫാക്ചറിങ് ചെയ്ത് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ കൊടുക്കുന്നത്. വലിയ വലിയ ഹോൾസെയിലേഴ്സിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. B2B ആയിട്ട് റീറ്റെയിൽ എല്ലാവരും മെയിൻ ആയിട്ട് ഹോൾസെയിലാണ് ചെയ്യുന്നത്. B2B ആണ് മെയിൻ ആയിട്ട് ഫോക്കസ്. അതെ, അവരെ ഓരോ ജില്ലയിലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ചില ജില്ലകളിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല, അവർ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങളോട് ഒരു വലിയ ഐറ്റം അല്ലെങ്കിൽ ചെറിയ ഐറ്റം ഒക്കെ നിങ്ങൾ ഓർഡർ കൊടുക്കണം, മിനിമം നിങ്ങളെ ക്വാണ്ടിറ്റി എന്താണ്? മിനിമം നമ്മളത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബോക്സ് ആണ് ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി. ചില ഐറ്റം വന്ന് 2 ബോക്സ് ആ ഒരു റേഞ്ചിലാണ്. അപ്പൊ മിനിമം ഒരു ബോക്സ് അങ്ങനെ കണക്ക് വെച്ചാൽ മിനിമം ഒരു ബോക്സ് അങ്ങനെയാണ് കൊടുക്കുന്നത്. കാരണം എന്താ ഒരു ഐറ്റം തന്നെ ഒരു ബോക്സിൽ ഒരു ബോക്സ് അതെന്താന്ന് വെച്ചാൽ നമ്മൾ അത്രയും കോസ്റ്റ് കുറച്ച് കൊടുക്കും. ചിലപ്പോൾ നമ്മൾ ഒരു കപ്പിന് 2 പൈസ 3 പൈസ ഒക്കെ പ്രോഫിറ്റ് എടുത്താൽ കൊടുക്കും. അപ്പൊ ആ ഒരു ബോക്സ് എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അത് ഹോൾസെയിൽ എന്നുള്ള കൺസെപ്റ്റിൽ മാത്രമാണ് ഇവർ ചെയ്യുന്നത്. റീറ്റെയിൽ എല്ലാം മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആവശ്യക്കാർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വേറെന്താണ് സ്പെഷ്യലായിട്ട്? പിന്നെ വേറെന്താണ് നിങ്ങൾ സ്പെഷ്യലായിട്ട് ഇനിയിപ്പോൾ നമ്മളൊരു പിന്നെ മോൾഡുകൾ ചെയ്യുന്നുണ്ട്. അതായത് പ്ലം കേക്കിന്റെ മോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ കളർ, അതായത് ഇപ്പൊ നമ്മൾ ഈ പെരുന്നാള്, ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ എല്ലാവരും നല്ല കളർഫുൾ കപ്പിലിടാനാണ് നോക്കാറ്. അപ്പൊ അതിന് കളർഫുൾ ആയിട്ടുള്ള കപ്പുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഓയിൽ പ്രൂഫ് കപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ലോക്കൽ കപ്പുകളിൽ നിന്ന് മാറിയിട്ട് ഈ ഓയിൽ പ്രൂഫ് കപ്പിലോട്ട് മാറിയിട്ടുണ്ട്. അത് പിന്നെ ഇതെല്ലാം ഓയിൽ പ്രൂഫ് ആണ്. ഇത്രയും പല വെറൈറ്റി എല്ലാം ഓയിൽ പ്രൂഫ് ആണ്. പിന്നെ ഈ കപ്പ് ഉണ്ടല്ലോ, ഇത് പിന്നെ ഈ ഓയിൽ പ്രൂഫ് അല്ല, കുറച്ച് റേറ്റ് കുറഞ്ഞ കപ്പാണ്. പക്ഷെ കുറഞ്ഞ കപ്പാണ് കൂടെ. ഈ ഒരു കപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഒരു കപ്പ് നമ്മള് ബൾക്ക് ബേക്കറി പ്രൊഡക്ഷൻ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് ഈസി റിലീസ് ആണെന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഓരോ മാനുഫാക്ചറിംഗിൽ സാധാരണ സിംഗിൾ ആയിട്ട് മൂവ് ചെയ്യാനാട്ടോ. ഇതൊന്നും സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. പെട്ടെന്ന് എടുത്താൽ കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില കപ്പുകള് അത് ഇവർക്ക് പെട്ടെന്നാവില്ല. വർക്ക് ഒരുപാട് പിന്നെ ഡിലേ ആവും. ഏറ്റവും കൂടുതൽ ലേബേഴ്സിന് ഇത് ചെയ്യുന്ന ബേക്കറി മാൻസിനാണ്, അതായത് ബേക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഒരുപാട് ഉപകാരപ്പെടുന്നത്. ഒരു പക്ഷേ ഇത് അവരെ ഓണേഴ്സ് അറിയുന്നുണ്ടാവില്ല. മറ്റവര് ഇത് ചെറിയ ക്വാളിറ്റി പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെറിയൊരു എമൗണ്ടിന്റെ പ്രശ്നം വരുമ്പോഴും ഇതിൽ വരുന്ന മാറ്റം തരുമ്പോൾ ഇതിന്റെ റിലീസിങ് കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവുന്ന ഒരുപാട് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അവർ കൈ കൊണ്ട് ഇളക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് റിലീസ് ആവുന്ന ഒരു സംഭവം ഇതിൽ വരുന്നുണ്ട്. മറ്റേത് അവര് കപ്പുകൾ ഇതാക്കി കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റത്തിലേ ഉള്ളൂ എന്ന് പറയാം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ സുഹൃത്തായതുകൊണ്ട് പറയല്ല, ആളുടെ ഒരു സ്പെഷ്യൽ എന്താ പറയാ കോൺഫിഡൻസ് ഇതിൽ പറയുന്നുണ്ട് അയാള്. പിന്നെ ഓയിൽ പ്രൂഫിന്റെ പിക്ചറാണ് ഇത് കേട്ടോ. ഈ ഒരു യൂണിഫോം കളറിൽ നമ്മളൊരു പിന്നെ ഒരു റാക്കിൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പുറത്തേക്ക് വരാതെ, ഇത് നമ്മൾ വിചാരിക്കും ബേക്ക് ചെയ്യാതെ കേക്ക് അതിൽ കൊടുന്ന് വെച്ചാന്നുള്ള ഒരു ഫീലിംഗ്സ് ആണ് നമുക്ക് വരുന്നത്. പക്ഷെ അത് ബേക്ക് ചെയ്തെടുത്തതാണ്. അല്ല, ഇതിന്റെ പിന്നിലൊക്കെ ഇത്രത്തോളം സംഭവങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ടാവും. ഒരു കാഴ്ച ഇതൊക്കെ മഫിൻ കേക്കൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇത്ര സംഭവങ്ങൾ ഉണ്ടെന്നുള്ള നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഫുഡ് കണ്ടെയ്നറാണ്. അതായത് ഫുഡ് കണ്ടെയ്നർ എന്ന് മാത്രമുള്ളതല്ല, ഇത് ബേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ പ്ലം കേക്ക് മോൾഡൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നു. നമ്മളിപ്പോ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന നല്ല കോസ്റ്റ് വരുന്നത്. സ്റ്റാൻഡേർഡ് ബേക്കറികളിലൊക്കെ കാണുന്നതാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ബാക്കബിൾ ആണ്. നമ്മള് പിന്നെ ഓവനിൽ കയറ്റി ബാക്ക് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഇത് ഈ ഒരു ടോപ്പ് ഇട്ടിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ടോപ്പാണ്. ഇത് നമുക്ക് എക്സ്പോർട്ടിങ്ങിനൊക്കെ വളരെ നല്ലതാണ്, ചെയ്യാൻ പറ്റുന്ന. ഇത് ഈ ടോപ്പ് ഇല്ലാതെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അല്ല, ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഷോപ്പിൽ നിന്ന് ഒരു കസ്റ്റമർ ഇത് വാങ്ങിച്ച് കൊണ്ടുപോയി എന്ന് വിചാരിക്കും. നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് കൊടുത്തൊരു കസ്റ്റമറുടെ ഈ ഐറ്റം നമ്മളിപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി നമുക്കൊന്ന് റീയൂസബിൾ ആണോ ഈ സംഭവം? ശരിക്കും അതിനുള്ള കപ്പാസിറ്റി ഇതിനുണ്ടാവും. സിംഗിൾ ടൈം ആവും കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ ഐറ്റം? ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവം തന്നെ കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റാളിൽ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ കാണുന്നത് കേട്ടോ. കോയമ്പത്തൂർ ഫുഡിന്റെ ആളാണ് നമ്മള്. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഇത്രത്തോളം എഫേർട്ടുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടുന്നാണ് മനസ്സിലാക്കുന്നത്.
ഓക്കെ ഈ ഷെയ്ദിന്റെ ഫീല് പറയാട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ മഫിൻ കപ്പിന്റെ ഏക മാനുഫാക്ചേഴ്സ് ആണ് കേട്ടോ, കേരളത്തിലുള്ള ഏക മാനുഫാക്ചേഴ്സ് ആണ് ഇപ്പോൾ നിലവിലുള്ള ഏക മാനുഫാക്ചേഴ്സ് ആണ്. വേറെ ആരും ചെയ്യുന്നില്ല നമ്മളെ ചൈനയിൽ നിന്ന് മെഷീനറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തതാണ്. പിന്നെ ഈ സ്ക്വയർ കപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വേറെ ആരുടെയും കയ്യിൽ ഇല്ല എന്നുള്ളതാണ്, നമ്മളായിട്ട് കണ്ടെത്തിയ മെഷീനറിയിൽ ചെയ്യുന്ന, നിങ്ങൾ മാത്രമായിട്ട് ചെയ്യുന്ന ഐറ്റം ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ കണ്ടിട്ടുണ്ട് പലതവണ ഷിയാബിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അവരുടെ കമ്പനി വെഹിക്കിളൊക്കെ സാമ്പിൾസ് കാണാറുണ്ട് നമ്മൾ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത്രത്തോളം സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു വലിയ എക്സ്പോനോടെ നടക്കുന്നത് പറഞ്ഞപ്പോൾ അത് വിസിറ്റ് ചെയ്യാനും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കും കൂടി വന്നായിരുന്നു നമ്മൾ. അപ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനത്തെ സത്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. ഏതായാലും ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഈ കപ്പ് തന്നെ, ഈ സെയിം ഓയിൽ പ്രൂഫ് കപ്പ് തന്നെ നമുക്ക് പിന്നെ ഇതിലും റേറ്റ് കുറഞ്ഞിട്ട് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടാനുണ്ട്. പക്ഷെ അത് ബാക്ക് ചെയ്യുമ്പോൾ ഇതിന് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പൊ നമ്മള് ഒരു 3 ഗ്രാവിറ്റി ഉള്ള ഒരു കപ്പിലാണ് പിന്നെ നമ്മൾ ബാക്ക് ചെയ്യുന്നുണ്ട്. 10 മിനിറ്റിനുള്ളിൽ അത് ബാക്ക് ചെയ്തിരിക്കണം. അതിൽ മാവ് ഒഴിച്ചാൽ അതിൽ ഓയിൽ ലീക്കേജ് വരും. ഇത് 10 ഗ്രാവിറ്റിയാണ്. അതുകൊണ്ട് ഒരു കസ്റ്റമേഴ്സും നമ്മൾ കംപ്ലൈന്റ് വരാറില്ല. ഇത് നിങ്ങൾ ബാക്ക് ചെയ്യുന്നതിന് എത്ര ഹവർ വേണമെങ്കിലും അത് അങ്ങനെ വെച്ചാലും കൂടെ ഓയിൽ ലീക്കേജ് വരും. അതായത് ഈ ബേക്ക് ചെയ്യുന്ന സമയത്തിന്റെ ടൈമാണ് നിങ്ങൾ അല്ല, ബാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മാവിട്ടിട്ട് ടേബിളിൽ വെക്കുമല്ലോ, അത് ആ ഒരു സമയം 10 മിനിറ്റിന്റെ ഉള്ളിൽ ലീക്കേജ് വരുന്ന കപ്പുകളുണ്ട്. റേറ്റ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ ആ പേപ്പർ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കംപ്ലൈന്റ്സ് വന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്ന കസ്റ്റമർ, ഒരുപക്ഷെ ബേക്കറി ബേക്ക് ചെയ്യുന്ന ആളുകൾക്കാവും ഒരുപാട് ഇതിന്റെ എഫക്റ്റുകൾ അറിയാം. പർച്ചേസ് ചെയ്യുന്ന ഒരു എന്താ പറയാ പർച്ചേസറെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കമ്പനികളൊക്കെ ആകുമ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ബേക്ക് ചെയ്യുന്ന ബേക്കിംഗ് മാൻ ആണ് ശരിക്കും അത് ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ട സംഭവമായിട്ടുണ്ടാവും അല്ലെ. പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ പൈസക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ബാർഗൈനിങ്ങും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. വലിയ ക്വാണ്ടിറ്റി എടുക്കുമ്പോഴേ ചെറിയൊരു പ്രൈസും കൂടെ അവർ നോക്കാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും അതിന്റെ ക്വാളിറ്റി തിരിച്ചറിയണമെങ്കിൽ ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ 2 പൈസ 5 പൈസ ഒക്കെ ഒരു കസ്റ്റമർ മിസ്സായി. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ അതിന്റെ പിന്നിൽ ഇത്രത്തോളം സംഭവം ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോ ഇങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഓക്കെ, ഏതായാലും അടിപൊളി. ഓക്കെ, ശരി, ഉഷാറാവട്ടെ. അപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് ഇത്ര ഐറ്റങ്ങൾ കയ്യിലെടുത്തുള്ളത് നിങ്ങളൊരു പക്ഷേ തെറ്റിദ്ധരിക്കാം, അനീഷിന് ഇപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാവുന്നുള്ളത്. ഞാനൊരിക്കലും ഇത് ബേക്ക് ചെയ്യാനൊന്നുമല്ല കേട്ടോ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്പെടുന്ന സംഭവമാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കൈരളി മഫിൻ കപ്പ് എന്ന കമ്പനിയെ നിങ്ങൾക്ക് ആവശ്യം വരും. തീർച്ചയായിട്ടും അവരുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുക. ഇത്ര ഐറ്റങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ, ഒരുപാട് ഐറ്റങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ഒരു പക്ഷേ കംപ്ലീറ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റവും നിങ്ങൾക്ക് ഇവരോട് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ.